സംസ്ഥാനത്തെ ജയിലുകളിലെ അപര്യാപ്തതകൾ പരിഹരിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ വകുപ്പ് മേധാവി എന്നിവരടങ്ങുന്ന സമിതിയാണ് നിയോഗിച്ചത്. 3 മാസത്തിനകം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തൃശൂരിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്ക് പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുവാനും സ്ഥലം കണ്ടെത്തും. സാജിദ് അജ്മൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. സാജിദ്, ഈ വാർത്തയുടെ വിശദാംശം. അജി, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സമിതികൾ രൂപീകരിക്കാൻ ഇടയാക്കിയത്. കാരണം സുപ്രീം കോടതിക്ക് മുൻപിൽ ജയിലുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുവെന്നും ജയിലുകളിൽ അവിടെ ഉള്ള ഈ തടവുകാരുടെ എണ്ണ കൂടുതൽ കൊണ്ട് ഈ തടവുകാർക്ക് വലിയ പ്രയാസങ്ങൾ നേരിടുന്നു എന്നുള്ള ഈ ഹർജികൾ വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സമിതികൾ രൂപീകരിച്ച് ഈ ജയിലുകളിലെ സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നത്. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP, ജയിൽ വകുപ്പ് മേധാവി, വിവിധ വകുപ്പുകളുടെ തലവന്മാർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിലാണ് ഈ 3 അംഗ സമിതിയെ നിയോഗിച്ചത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ വകുപ്പ് മേധാവി എന്നിവർ അടങ്ങുന്ന സമിതിയെയാണ് രൂപീകരിച്ചത്. ഈ സമിതിയുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ജയിലുകൾ സന്ദർശിക്കുകയും ആ ജയിലുകളിലെ ഈ അപര്യാപ്തതകളും കുറവുകളും കണ്ടെത്തുകയും ഇതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ തടവ് പുള്ളികൾ ഉള്ള ജയിലിൽ നിന്നും തടവ് പുള്ളികൾ കുറവുള്ളതും സൗകര്യം കൂടുതലുള്ളതുമായ ജയിലുകളിലേക്ക് തടവ് പുള്ളികളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക. ഇതുകൂടാതെ ഈ ജയിലുകളിലെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. അത് എന്തെല്ലാം വേണമെന്ന് ഈ സമിതി 3 മാസത്തിനകം തന്നെ നിർദ്ദേശം നൽകണം. ഇതുകൂടാതെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ കഴിഞ്ഞാൽ പിന്നീട് തൃശൂർ ജില്ലയിലെ വിയ്യൂരാണ് ഒരു സെൻട്രൽ ജയിലുള്ളത്. ഇതിന് ഇടയിൽ ഒരു സെൻട്രൽ ജയിൽ വേണം. അതിന് വേണ്ട സ്ഥലം കൂടി ഈ സമിതി കണ്ടെത്തണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം ഈ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അജി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത്.